Hello friends, welcome to Riya's Kitchen Vibes. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ മന്തിയുടേതാണ്. വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇത് തയ്യാറാക്കി എടുക്കാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഈ വെള്ളത്തിൽ തന്നെയാണ് ഇനി നമ്മൾ ചോറും വേവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതനുസരിച്ച് വേണം വെള്ളം എടുക്കാനായിട്ട്. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പൊ ചിക്കൻ അത്യാവശ്യം വെന്തൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് വേണ്ട, കാരണം ഇത് നമുക്ക് ചോറും വേവിക്കേണ്ട വെള്ളമാണ്. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇവിടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി അരി വേവിക്കാനായിട്ട് ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബേ ലീവ്സ്, കറുവാപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, കുരുമുളക്, ഉണക്ക നാരങ്ങ ഇത്രയുമാണ്. ഇതെല്ലാം കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള അരിഞ്ഞു ചേർത്തിട്ടുണ്ട്. ഒരു തക്കാളിക്കയും കൂടെ അരിഞ്ഞു ചേർത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസ് ഒക്കെ ഇടണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇങ്ങനെ ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പിടി ക്യാപ്സിക്കവും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 പിടി ക്യാരറ്റ് ആണ് ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ ചേർക്കുന്ന ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. റൈസ് വെന്ത് വരുമ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്നും എടുത്തറിയത്തൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണ്ട. സ്പൈസസ് മാത്രം ഇട്ട് റൈസ് വേവിച്ചെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. പക്ഷേ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് അല്ല, ഇത്രയും വെജിറ്റബിൾസ് ഇല്ല എങ്കിൽ നിങ്ങളുടെ ഉള്ള വെജിറ്റബിൾസ് വെച്ച് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4.5 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഏത് റൈസും ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഞാൻ 20 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് വെള്ളം ഊറ്റി കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന റൈസിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് നല്ല മന്തി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വലിപ്പം വെച്ച് വരുന്ന റൈസ് വേണം നമ്മൾ മന്തിക്ക് ഉപയോഗിക്കാനായിട്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പൊ റൈസ് ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. റൈസ് മൊത്തത്തിൽ അങ്ങ് വേവിച്ച് കളയല്ല. ഇനി നമുക്ക് ദം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഒരു 80-85% വേവാവുമ്പോൾ ഊറ്റിയെടുക്കണം. ഇപ്പൊ ഇതിൽ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിക്കോണേ. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്കിനി റൈസ് കോരിയെടുക്കാം. ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്.
ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ക്യാപ്സിക്കം ചേർത്താൽ മതി, യാതൊരു നിർബന്ധവും ഇല്ല. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഞാൻ 1.5 കിലോ ചിക്കൻ എടുത്തേക്കുന്നതുകൊണ്ട് ഈ ഒരു പാനിൽ തന്നെ ഇത് വറുത്ത് കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു പാനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നിന്റെ മുകളിൽ വരുന്ന രീതിയിൽ വെക്കരുത്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ആ എണ്ണയും കുറച്ച് ക്യാപ്സിക്കവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഒരുപാടൊന്നും കുക്ക് ആവേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഇത് വെന്തതാണ്. അതുകൊണ്ട് 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന പോലെ ആക്കിയെടുക്കാം. ഒരുപാട് ഫ്രൈ ആയി പോകരുത്. ഇപ്പൊ ഏകദേശം ചിക്കൻ ആയി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് 2 വശവും മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പത്തേക്ക് ചിക്കൻ ആയി വരും. ഇപ്പൊ ചിക്കൻ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റാം. ഇപ്പൊ താഴ്ഭാഗത്ത് ക്യാപ്സിക്കം ഒക്കെ കുറച്ച് ഗ്രേവി പോലെ കിടപ്പുണ്ട്, അതവിടെ കിടന്നോട്ടെ. അതിന്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ കുറേയേറെ വെജിറ്റബിൾ ഒക്കെ ഇട്ടാണ് റൈസ് വേവിച്ചത്. പക്ഷെ ഇപ്പൊ റൈസിൽ അങ്ങനെ പ്രത്യേകിച്ച് വെജിറ്റബിൾ ഒന്നും എടുത്തറിയുന്നില്ല. ഇനി ഇതിന്റെ മുകളിലേക്ക് ലേശം കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി എടുത്ത് ഒഴിക്കുന്നുണ്ട്. ബാക്കി റൈസും കൂടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. മുമ്പ് ഒഴിച്ച പോലെ തന്നെ കുറച്ച് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി കലക്കിയതോട് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു കളറിന് വേണ്ടിയിട്ട് പെർമിറ്റഡ് ഫുഡ് കളർ ഒരു റെഡ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഫോട്ടോ പർപ്പസ് കൂടെ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഈ കളർ ചേർക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് വെച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ നടുവിലേക്ക് ഒരു പാത്രം വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് കത്തിച്ച ഒരു പീസ് ചാർക്കോൾ വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് എരിഞ്ഞ് കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു ലിഡ് വെച്ച് നല്ല ടൈറ്റ് ആയിട്ട് അടയ്ക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10-20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, ചാർക്കോളിന്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഈ ചാർക്കോൾ ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചിക്കൻ മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് വീട്ടിൽ കുഴിയൊന്നും വേണമെന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.